ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ ഫ്രൈ ആണ് കേട്ടോ. അത് നല്ല ചൂര മീൻ നല്ല വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാവേ. മുളക് പൊടി, കുറച്ച് മഞ്ഞൾ പൊടി, പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് എരിവുള്ളത് നമുക്ക് വേണ്ടുന്ന ആവശ്യത്തിന് എരിവ് അനുസരിച്ച് ഇടാമേ. അതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, നമുക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നല്ല രുചിക്കും നല്ല സ്മെല്ലിനും നല്ല രുചിക്കും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളതിലേക്ക് ആഡ് ചെയ്താൽ കൂടി പ്രത്യേകതരം ഒരു കൂട്ടും കൂടെ ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ കുടംപുളിയാണ്. കുടംപുളി കഴുകി വൃത്തിയാക്കി അതിൻ്റെ സത്ത് നമ്മൾ തൊഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ചൂരയൊക്കെ വറുക്കുമ്പോഴത്തേക്ക് എനിക്ക് ക്രിസ്പി ആയിട്ടിരിക്കും. ഞാനിവിടെ കുടംപുളിയുടെ സത്താണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വാളംപുളിയാണ് ഇഷ്ടമെങ്കിൽ അതൊഴിക്കാം. അതുപോലെ തന്നെ എല്ലാം ഞാൻ നല്ല വൃത്തിയാക്കി പെരക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പാൻ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഓരോ മീൻ കഷ്ണം നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ചൂര മീൻ അതുപോലെ തന്നെ ആദ ഐറ്റംസ് കേര മീനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ക്രിസ്പി ആയിട്ട് പോകില്ലേ. അപ്പോൾ അത് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഈ കുടംപുളിയോ അല്ലെങ്കിൽ വാളംപുളിയോ പിഴിഞ്ഞ് വെച്ച് ചേർക്കുകയാണെങ്കിൽ അധികം കല്ലിക്കാതെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു പ്രത്യേക നല്ല മണവും അതുപോലെ തന്നെ രുചിയെല്ലാം ഉണ്ടാവും. അപ്പോൾ ഏതാണ്ട് ഞാൻ ഇട്ട് പിന്നെ ഒരു വശം വെന്ത ശേഷം നമുക്കത് മറിച്ചിടാവേ. അതുകൊണ്ട് അത് നല്ല രീതിയിൽ കിട്ടിയിട്ടില്ലേ, ഇതുപോലെ നല്ല ഫ്രൈ ആയിട്ട് കിട്ടും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ എല്ലാം മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ ഫ്രൈ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.